ചിരി 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 കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. കിട്ടി, ശരിക്കും കിട്ടി. നിനക്കും കിട്ടിയാ? രണ്ട് കഥകൾ പറഞ്ഞിട്ട് ഞാൻ പോയിക്കോളൂ. 2-3 കഥകൾ പറഞ്ഞിട്ട് ഞാൻ പോയിക്കോളൂ. അങ്ങനെ ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു. Come on, come on, come with me. Come on, get up. ഞാൻ ഒരു 5-6 മാസം മുമ്പ് ഒരു മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കണ്ടു. അപ്പൊ അതിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ ബന്ധുവാണോ സുഹൃത്താണോ ഞാൻ മറന്നുപോയി. സുഹൃത്തിന്റെ മകൻ അമേരിക്കയിൽ നിന്ന് വന്നു. അമേരിക്കയിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു, കേരളം കണ്ടപ്പോൾ ആ പയ്യൻ പറഞ്ഞു, കേരളം ഇത് എന്തൊരു മാറ്റമാണ്, അമേരിക്ക പോലും തോറ്റുപോകുമെന്ന് പറഞ്ഞു. നോക്കിയടാ രോമ എഴുന്നേക്കുന്നത് കുഴപ്പമാവൂ? അതിപ്പോ ശരിയായിക്കോളും. അതല്ലേ എനിക്ക് സംശയം, ഈ പയ്യൻ ആരായിരിക്കും? താങ്കളല്ലേ? അല്ല, പറഞ്ഞു വന്നപ്പോ ഉടക്കി പോയതാ. എവിടെ ഉണ്ടാവും പയ്യൻ? അങ്ങനെ ഞാൻ ഈ പയ്യൻ അന്വേഷിച്ചിരുന്നു. എനിക്ക് പയ്യനെ കാണാൻ പറ്റി. നമ്മുടെ കുളമ്പാറുള്ള മാനസിക ആശുപത്രിയിലായിരുന്നു. കാരണം ഞാൻ അച്ഛനോട് ചോദിച്ചു, എന്താ ഇവിടെ കൊണ്ടൊക്കെ എടുത്ത്? അല്ല, സലീമിന് അറിയാമല്ലോ, 2-3 പ്രാവശ്യം സലീം അമേരിക്കയിൽ വന്നതല്ലേ. അപ്പോ ഈ കേരളം കണ്ടിട്ട് അമേരിക്ക എന്ന് പറയാൻ അപ്പൊ തന്നെ അവന് കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി. അതിന്റെ പേരിലാണ് ഞാൻ ഇവിടെ ഇപ്പൊ പോയട്ടോ. വേറെ ഒരു വാർത്ത വന്നത്, വാർത്തയെന്ന് വെച്ചാൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് ഇത് അതുപോലെയല്ല, ഇതിനകത്ത് സാധനമുണ്ട്. അപ്പൊ പഴയ ഫ്രോഡ് പരിപാടി തന്നെ. അപ്പോ പി രാജീവ് അദ്ദേഹത്തോട് എന്ന് പറഞ്ഞു, ഒരു വ്യവസായി വരുന്നുണ്ട് കേരളത്തിൽ പണം മുടങ്ങാൻ വേണ്ടിയിട്ട്. മനുഷ്യനെ ഒരുമാതിരി കളിപ്പിക്കുന്നതിനൊക്കെ ഒരു പരിധിയൊക്കെ ഉണ്ട്. അങ്ങനെ വ്യവസായി വന്നു. ഈ വ്യവസായിക്ക് പേരില്ലട്ടോ, പേര് പറയില്ല പുള്ളി. പയ്യനും പേരും അഡ്രസ്സൊന്നുമില്ല, വ്യവസായിക്കും പേരും അഡ്രസ്സൊന്നുമില്ല. അപ്പൊ ആ വ്യവസായി വന്നു. നമ്മൾ ആൾക്കാരുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഇവരൊക്കെ എന്താണ് ഈ മനസ്സിലാകാത്തത്? എനിക്ക് തോന്നുന്നത് നമ്മൾ കുറച്ചുകൂടി ഇമ്പാക്ട് ഉള്ള എന്തെങ്കിലും ചെയ്തിട്ടേ കാര്യമുള്ളൂ. അപ്പൊ എത്ര രൂപയാണ് മുടക്കാൻ ഉദ്ദേശിക്കുന്നത്? എത്ര? 3 ലക്ഷം കോടിയാണെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി ഞെട്ടി, മുഖ്യമന്ത്രി ഞെട്ടി. തനിക്ക് ഈ മുതലാളിയോട് വലിയ വെറുപ്പല്ലേ? അതെന്താ? അല്ലെങ്കിൽ പിന്നെ എന്തിനാ എന്നെ കണ്ടക്ടർ ആക്കുന്നത്? ഞെട്ടിട്ട് ചോദിച്ചു, എന്താണ് കേരളത്തിന് 3 ലക്ഷം കോടി മുടക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വ്യവസായ സൗഹൃദം ലോകത്ത് ഇത്രയുള്ള ഒരു സ്ഥലം ലോകത്ത് എങ്ങുമില്ല. സുരേന്ദ്രേട്ടാ, ഞാന് എന്താന്ന് പറയുമ്പോ മനസ്സിന്റെ ഓരോ എനിക്ക് സമാധാനം സന്തോഷമൊക്കെ പാട്. നിങ്ങൾ എന്ത് വെറുപ്പിക്കല, ഭയങ്കര വീട്ടിലാണല്ലോ നിങ്ങള്. ആന്തൂർ സാധനെ പോലുള്ളവരൊക്കെ എങ്ങനെയാണ് നിങ്ങൾ സഹായിച്ചത്? താൻ അവനെ കണ്ടാ പറഞ്ഞേരെ, ഞാൻ അവനെ കണ്ടാ എടുത്ത് കോണ കൊടുക്കുന്നു. കോണ കൊടുക്ക്, അങ്ങനെ ഒരു സാമാനം ഉണ്ട്, കാണണോ? വേണ്ട. അങ്ങനെ ഓരോ ദിവസം തോറും ഓരോ തവണ നീ എന്നെ കൂടുതൽ മണ്ടനാക്കാടാ. കായിക മന്ത്രിയുടെ പേരിൽ വേറൊരു തള്ളു. നിങ്ങളൊക്കെ തട്ടിക്കേട്ട് മെസ്സി വരും കേട്ടോ. അടുത്തത് മെസ്സിയുടെ വരും, കലൂർ സ്റ്റേഡിയത്തിൽ വരും. കലൂർ സ്റ്റേഡിയത്തിൽ വന്നിട്ട് കൈകൾ ടിവിയിൽ കോമന്റ് ഷോ അവതരിപ്പിക്കും. എനിക്ക് വിശ്വാസമില്ല, നീ പറയുന്നത് കള്ളമായിട്ടേ എനിക്ക് പറ്റുന്നുള്ളൂ. അങ്ങനെ പല ഇതുണ്ടായിരുന്നു. അവിടെ പണിയുന്നു, ഇവിടെ പണിയുന്നു. അപ്പോ മെസ്സി ഇവിടെ വരും, ഇന്ത്യയിൽ വരികയും ചെയ്തു. ആന്ധ്രാപ്രദേശിൽ വന്നു, ബോംബെയിൽ വന്ന്, ഡൽഹിയിൽ വന്നു. അപ്പൊ ഞാൻ മെസ്സിനോട് ചോദിച്ചു, മെസ്സി എന്താണ്? കാരണം താൻ ബോംബെയിൽ വന്നു, ഹൈദരാബാദിൽ വന്ന്, ഡൽഹിയിൽ വന്ന്, ഞങ്ങൾ കേരളത്തിൽ വരാൻ എന്താണ്? എന്തിനുള്ള പുറപ്പാടാ? ഇതിലും ഭേദം അവരെ തല്ലിക്കൊല്ലുക. ഇക്കണക്കിന് പോയ നാട്ടുകാരെ തന്നെ തല്ലിക്കൊന്നോളും. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ചേട്ടാ വേറൊന്നും വിചാരിക്കരുത്, കേരളീയരോട് ഒരു ദേഷ്യമില്ല. എനിക്ക് 8 ബാലൻഡർ പുരസ്കാരമുണ്ട്. ബാലൻഡർ പുരസ്കാരം അറിയാലോ, ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോളർക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ്. അത് 8 സ്വർണ്ണ പന്തുകളാണ്.
അയ്യപ്പസ്വാമിയുടെ സ്വർണം കെട്ട എന്റെ ബാലന്റെ പുരസ്കാരം വെറുതെ വെക്കൊന്ന് ചേർന്ന് തോന്നുന്നുണ്ട. എന്റെ ഈശ്വര, ലിവർപൂളിന് പോവാതെ ഇങ്ങനെ വല്ല വൃത്തികെട്ട പണി പഠിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെട്ടു പോയേനെ. അത് നിങ്ങൾക്കൊന്നും കാര്യമില്ല, അതിന് ഇത് കുറച്ച് വേണം. തലയ്ക്ക് പ്രാന്ത അല്ല ബുദ്ധി. അങ്ങനെയൊക്കെ ചെയ്യാൻ ചേട്ടാ മറ്റാരും അല്ലാതെ. നിന്റെ പേരെന്നാടാ? ആരായി പേരിട്ടത്? എന്റെ അച്ഛനാ സാറേ. ഇട്ടപ്പോ പുള്ളി വിചാരിച്ചു കാണല്ലേ ഇത്രയും വലിയ അബദ്ധമായിരിക്കും. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധികാരത്തിലേക്കുമ്പോ അമേരിക്കൻ CIA വന്ന് രഹസ്യ ചാരന്മാരുകൾ അന്വേഷിച്ചപ്പോ അതൊരു നാടകമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ കയറ്റിയെന്നാണ് ഈ ചാരസംഘടന അവരോട് ഇരുന്ന് റിപ്പോർട്ട് കൊടുത്തത്. ആ കലാകാരന്മാരുടെ കോമാളി എന്ന് വിളിച്ചത്. എന്തു വേണ ചെയ്തു, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. കലാകാരന്മാർ ഇപ്പൊ അവർക്ക് കോമാളികളായി മാറി. അപ്പൊ ഞാൻ ചോദിച്ചത്, ഇങ്ങനെ ഡോക്ടറല്ലേ? ഈ സാക്കൾ സർവന്മാരും ധനതത്വശാസ്ത്രത്തിൽ ഡോക്ടറാണെന്നാണ്. അപ്പൊ അങ്ങനെ ആളുകൾ പറയോ? ഞാൻ വീണ്ടും അന്വേഷിച്ചു. എന്തിനാണ് ഡിഗ്രി? അപ്പോഴാണ് കയറഗിരിയിലെ തരികിടകൾ എന്നാണ് അദ്ദേഹത്തിന്റെ ഡിഗ്രി. പിന്നെ അതെന്ന് പറയാണ്ട് എന്താ ചെയ്യാ? വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാ മതി. ജോലി അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ നിക്കാൻ നേരമില്ല നമുക്ക്.